ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ന്യൂ ചാപ്റ്ററാണ്. ചാപ്റ്റർ 11 ബജറ്റ്സ്, ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. ഇന്നത്തെ കോമ്പറ്റിറ്റീവ് എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ ഇതുപോലെയൊരു കോമ്പറ്റിറ്റീവ് വേൾഡിൽ പ്ലാനിങ്ങും പ്രോപ്പർ കൺട്രോളിങ്ങും ഇല്ലാത്ത ഒരു ബിസിനസ് അൾട്ടിമേറ്റ്ലി ഫെയിൽ ആവുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സോ ഈ പ്ലാനിങ്ങും കൺട്രോളിങ്ങിനും വേണ്ടി മെയിനായിട്ട് രണ്ട് ടെക്നിക്സാണ് യൂസ് ചെയ്യുന്നത്. ദേ ആർ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. ആൻഡ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് ഇസ് അബൌട്ട് ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. ഫസ്റ്റ്ലി നമുക്ക് ബഡ്ജറ്റിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ എന്താണ് എന്ന് നോക്കാം. ബഡ്ജറ്റ് ഇസ് എ ഫ്രഞ്ച് വേർഡ് ഡിറൈവ്ഡ് ഫ്രം ബഗറ്റ് വിച്ച് മീൻസ് ലെതർ ബാഗ്. അതായത് ക്രൈസിസ് വരുന്ന സമയത്ത് യൂസ് ചെയ്യാനായിട്ട് സേവ് ചെയ്ത് വച്ചിരിക്കുന്ന ഫണ്ടായിരിക്കും. സോ അതാണ് ബജറ്റ്. ആൻഡ് ബഡ്ജറ്റ് മീൻസ് ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് in which expenses and income of a definite period is shown. ഓൾമോസ്റ്റ് ഒരു നിയർ ഫ്യൂച്ചറിൽ വരുന്ന എക്സ്പെൻസസും അതുപോലത്തെ ഇൻകവും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന എൻറ്റയർ പ്രോസസ്സിനെ ആണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേമാണ് ബഡ്ജറ്ററി കൺട്രോൾ. ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. ഈ ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത ബഡ്ജറ്റ്സിന് അനുസരിച്ച് പ്ലാനിങ്ങും കൺട്രോളിങ്ങും നടത്തുന്ന സിസ്റ്റമാണ് ബഡ്ജറ്ററി കൺട്രോൾ. ഈ ബഡ്ജറ്ററി കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഓർഗനൈസേഷനെ പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റും. അറ്റ് ദ സെയിം ടൈം എഫിഷ്യൻസി കൂട്ടാൻ പറ്റും, ആസ് വെൽ ആസ് വേസ്റ്റേജസ് കുറയ്ക്കാനും പറ്റും. ബഡ്ജറ്ററി കൺട്രോളിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. According to Roland and Har, budgetary control is a tool of management used to plan, carry out and control the operations of business. Okay? Then next നമുക്ക് steps involved in budgets and budgetary control discuss ചെയ്യാം. First point, establishing budgets for each section of the organization. ഓർഗനൈസേഷൻ കുറേ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവാം. അതിന് കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവാം. ആൻഡ് ഈച്ച് ആൻഡ് എവറി സെക്ഷനിൽ അവർക്കുള്ള ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് അത് പ്രിപ്പയർ ചെയ്യണം. എക്സ്പെൻസ് വരുന്നത് മുൻകൂട്ടി തീരുമാനിച്ച് വെക്കണം. സോ ഇത് ഓർഗനൈസേഷനിലെ എല്ലാ സെക്ഷനും ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പാണ് റെക്കോർഡിംഗ് ആക്ച്വൽ പെർഫോമൻസ്. ഇതിൽ ആക്ച്വൽ കോസ്റ്റ് റെക്കോർഡ് ചെയ്യണം. അവർക്ക് വന്നിരിക്കുന്ന എക്സ്പെൻസസിൻ്റെ ആക്ച്വൽ കോസ്റ്റ് കാണിക്കണം. സപ്പോസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് 12 റുപ്പീസാണ് ബഡ്ജറ്റഡ് കോസ്റ്റ് ആൻഡ് 20 റുപ്പീസാണ് ആക്ച്വൽ കോസ്റ്റ് എന്ന് വിചാരിക്കുക. സോ ആ ഒരു ഡിഫറൻസ് ആണ് തേർഡ് സ്റ്റെപ്പാണ് കമ്പയറിങ് കണ്ടിന്യൂസ്ലി ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ ബഡ്ജറ്റഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബഡ്ജറ്റ് ചെയ്ത കോസ്റ്റ് 12 റുപ്പീസും ആൻഡ് നമുക്ക് ആക്ച്വൽ കോസ്റ്റ് ആ ഒരു ഓപ്പറേഷൻ ചെയ്യാനായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് 20 റുപ്പീസും ആണെങ്കിൽ ആ വരുന്ന ഡിഫറൻസ് നമ്മൾ കമ്പയർ ചെയ്യണം വിത്ത് ദ ബഡ്ജറ്റഡ് കോസ്റ്റ് വിത്ത് ആക്ച്വൽ പെർഫോമൻസ് കോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് സ്റ്റെപ്പാണ് കാൽക്കുലേറ്റിംഗ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ബഡ്ജറ്റഡ് ആൻഡ് ആക്ച്വൽ പെർഫോമൻസ്. അതായത് ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ 12 റുപ്പീസ് ബഡ്ജറ്റഡ് കോസ്റ്റാണ് ആൻഡ് 20 റുപ്പീസ് ആക്ച്വൽ റുപ്പീസ് ആണെങ്കിൽ ആ ഡിഫറൻസ് വരുന്ന 8 റുപ്പീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് വേരിയൻസ് ബിറ്റ്വീൻ ബഡ്ജറ്റഡ് ആൻഡ് ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് സ്റ്റെപ്പാണ് അനലൈസിങ് ദ കോസസ് ഫോർ സച്ച് ഡിഫറൻസ് ഓർ വേരിയൻസസ്. ഈ സ്റ്റെപ്പിൽ ആ ഒരു എമൗണ്ട് 8 റുപ്പീസ് കൂടാനായിട്ടുള്ള റീസൺ എന്താണ് എന്ന് അനലൈസ് ചെയ്യണം. ദെൻ ഓൺലി വി ക്യാൻ ചേഞ്ച് ദാറ്റ് കോഴ്സ് ആൻഡ് കുഡ് മേക്ക് ഇറ്റ് മോർ ബെറ്റർ. ആൻഡ് ഇനി ഇതുപോലെ ആവാതിരിക്കാനുള്ള മെഷേഴ്സ് എടുക്കാനും പറ്റും. നമുക്ക് എവിടെയാണ് നമുക്ക് ആ ഒരു തെറ്റ് പറ്റിയത് എന്ന് പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് നെക്സ്റ്റ് ടൈം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 20 റുപ്പീസ് ആക്ച്വൽ പെർഫോമൻസ് കോസ്റ്റാണ്, ദെൻ 12 റുപ്പീസ് ബഡ്ജറ്റ് കോസ്റ്റാണ്. സോ ആ വേരിയൻസ് വരുന്ന 8 റുപ്പീസ് എങ്ങനെയൊക്കെയാണ് അവിടെ കൂടിയത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് അനലൈസിങ് ദ കോസസ് ഫോർ സച്ച് ഡിഫറൻസ് ഓർ വേരിയൻസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിക്സ്ത് സ്റ്റെപ്പാണ് ഫർണിഷിംഗ് ബഡ്ജറ്റ് റിപ്പോർട്ട്സ് ടു ടോപ്പ് മാനേജ്മെൻറ്റ്. അതായത് ഓർഗനൈസേഷനിൽ നടക്കുന്ന റിപ്പോർട്ട്സ്, ഓപ്പറേഷൻസിൻ്റെ റിപ്പോർട്ട്സ് നമ്മൾ ടോപ്പ് മാനേജ്മെൻറ്റിലേക്ക് എത്തിക്കണം. കാര്യം ടോപ്പ് മാനേജ്മെൻ്റ് ആണ് ഡിസിഷൻ എടുക്കുന്നത്, മേജർ ഡിസിഷൻ എടുക്കുന്നത്. സോ അവർക്ക് ടൈംലി റിപ്പോർട്ട്സ് കൊടുക്കണം. ടോപ്പ് മാനേജ്മെൻറ്റിന് റിപ്പോർട്ട് ഹാൻഡ് ഓവർ ചെയ്യണം. എന്നാൽ മാത്രമാണ് അക്യുറേറ്റ് മെഷേഴ്സ് അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മുടെ കമ്പനി മോർ
എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും വർക്ക് ചെയ്യുക. നെക്സ്റ്റ് 7th സ്റ്റെപ്പ്, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ വേർ നെസസറി. എഫക്റ്റീവ് അല്ലെങ്കിൽ ഒരു എഫിഷ്യൻ്റ് അല്ലെങ്കിൽ ആവശ്യമുള്ളവരുടെ കറക്റ്റ് ആക്ഷൻസ് അല്ലെങ്കിൽ പ്ലാൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. എവിടെയാണോ ആവശ്യമായിട്ടുള്ള വരുന്നത് അവിടെ എഫക്റ്റീവായിട്ടുള്ള പ്ലാൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഓർഗനൈസേഷനെ എഫിഷ്യൻ്റ് ആക്കണം. നെക്സ്റ്റ്, റിവൈസിങ് ബഡ്ജറ്റ്സ് എഫ് നെസസറി. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ബഡ്ജറ്റ് വേണമെങ്കിൽ ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റിനും കംഫർട്ടിനും ബെറ്റർമെൻറ്റിനും അനുസരിച്ച് റിവൈസ് ചെയ്യാം. ആവശ്യമുള്ള ചേഞ്ചസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എന്നാൽ മാത്രമാണ് നമുക്ക് ബെറ്റർ പെർഫോമൻസ് ആസ് വെൽ ആസ് മാക്സിമം പ്രോഫിറ്റബിലിറ്റിയിലേക്ക് ഗെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ബഡ്ജറ്ററി കൺട്രോൾ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. ഇതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് ടു കോർഡിനേറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള ഓർഗനൈസേഷൻ്റെ വർക്ക്സിനെ ഒക്കെ പരസ്പരം ഒരു കണക്ഷൻ ഓർ ലിങ്ക്, ഒരു കോർഡിനേഷൻ വരുത്തണം. അതാണ് ടു കോർഡിനേറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ എന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, സെക്കൻഡ് വൺ ഇസ് ടു റെഡ്യൂസ് അൺസർട്ടിനിറ്റീസ്. അതായത് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ ഫോർകാസ്റ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നത് ആണല്ലോ ബഡ്ജറ്റ്. സോ അതുപോലെ സിറ്റുവേഷൻസ് വരുമ്പോൾ എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് ഈസിയായി അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പ് ഇസ് ടു ഡയറക്റ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ടു അച്ചീവ് ഗോൾസ്. ഏതൊരു ഓർഗനൈസേഷൻ ആയാലും ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നതാണ് അതിൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. സോ വർക്ക് ഫോഴ്സ് ഓർ ദി എൻറ്റയർ എംപ്ലോയീസ് ഓഫ് ദ ഓർഗനൈസേഷൻ അവർക്ക് ആ ഒരു ഡയറക്ഷൻ കൊടുക്കുക. അവർക്ക് അവരുടേതായിട്ടുള്ള ഓരോ ഇൻഡിവിജ്വൽസും, ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽസ് ആൻഡ് എംപ്ലോയീസ് ഇൻ ദ ഓർഗനൈസേഷൻ ഷുഡ് ബി നോൺ അബൌട്ട് ദെയർ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ്. എന്നാൽ മാത്രമാണ് നമുക്ക് ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. And fourth step is to plan and control income and expenses. ഇൻകത്തിനനുസരിച്ച് ചിലവാക്കുകയും എക്സ്പെൻസസ് നടത്തുന്നതിൽ സർട്ടൻ കൺട്രോളിങ്ങും ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഓർഗനൈസേഷൻ പ്രോഫിറ്റബിലിറ്റി അറ്റൈൻ ചെയ്യും. ഓക്കെ, ഇതാണ് പ്ലാൻ ആൻഡ് കൺട്രോൾ ഇൻകം ആൻഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് പോയിന്റ് ഇസ് ടു ഫിക്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് വേരിയസ് ഇൻഡിവിജ്വൽസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ ഉള്ള ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽസിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കണം. സോ ദ വർക്ക് ഫോഴ്സ് വിൽ ബി വെരി മച്ച് എഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ് ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് ഈച്ച് ആൻഡ് എവറി ഓർഗനൈസേഷൻ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദേ വിൽ പെർഫോം ദയർ ഡ്യൂട്ടി ആൻഡ് ദ ഓർഗനൈസേഷൻ വിൽ ഫങ്ഷൻ സ്മൂത്ത്ലി. അതാണ് ടു ഫിക്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് വേരിയസ് ഇൻഡിവിജ്വൽസ് ഇൻ ദ ഓർഗനൈസേഷനിൽ പറയുന്നത്. നെക്സ്റ്റ്, സിക്സ്ത് പോയിന്റ് ഇസ് ടു ഡയറക്ട് ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻ ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ മാനർ. ക്യാപിറ്റൽ റിസോഴ്സസ് മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. സോ ദാറ്റ് ദ ഓർഗനൈസേഷൻ ക്യാൻ ഗെയിൻ പ്രോഫിറ്റബിലിറ്റി. ക്യാപിറ്റൽ റിസോഴ്സസ് മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കമ്പനിയെ അല്ലെങ്കിൽ ഓർഗനൈസേഷനെ എഫക്റ്റീവ് ആക്കണം ആൻഡ് ഷുഡ് ഗെയിൻ പ്രോഫിറ്റബിലിറ്റി. സെവൻത്ത് പോയിന്റ് ഇസ് ടു ഇംപ്രൂവ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓർഗനൈസേഷനിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും അവരുടെ ഫങ്ഷൻസ് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പറ്റും. ആസ് വെൽ ആസ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനും ഫിക്സഡ് ഫങ്ഷൻസും ഉണ്ടാവും. നെക്സ്റ്റ്, എയ്ത്ത് പോയിന്റ് ഇസ് ടു എലിമിനേറ്റ് വേസ്റ്റസ് ഓഫ് ഓൾ കൈൻഡ്സ് ടു ഇംപ്രൂവ് എക്കണോമിക് ആൻഡ് എഫിഷ്യൻസി. ബഡ്ജറ്റ് ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് നമുക്ക് റിസോഴ്സസ് വേസ്റ്റ് ആവാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. Ninth point is to ensure that sufficient working capital for efficient operation. ബഡ്ജറ്റിംഗ് പ്രോസസ്സിലൂടെ ഈച്ച് ആൻഡ് എവറി പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള സഫീഷ്യൻറ്റ് ക്യാപിറ്റൽ മാറ്റി വയ്ക്കാൻ പറ്റും. ഹെൻസ് ഓപ്പറേഷൻസ് ഇൻ ഓർഗനൈസേഷൻ വിൽ ഫങ്ഷൻ ഇൻ ആൻ എഫിഷ്യൻറ്റ് മാനർ. 11th point is to show the management where action is needed to correct inefficiency. ബഡ്ജറ്റഡ് പെർഫോമൻസും ആക്ച്വൽ പെർഫോമൻസും കമ്പയർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് തോന്നുന്നു എങ്കിൽ ആക്ഷൻസ് എടുക്കാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് എസെൻഷ്യൽസ് ഓഫ് ഇഫക്റ്റീവ് ബഡ്ജറ്ററി കൺട്രോൾ. ഫസ്റ്റ് വൺ, സപ്പോർട്ട് ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ്. ഒരു ബഡ്ജറ്റ് പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യണം എങ്കിൽ ആ ഓർഗനൈസേഷനിൽ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽസിൻ്റെ സപ്പോർട്ടും ടോപ്പ് മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ട് വരും. സെക്കൻഡ് പോയിൻ്റ് ആണ് ക്ലിയർ ആൻഡ് റിയലിസ്റ്റിക് ഗോൾസ്.
സക്സസ്ഫുൾ ആയിട്ട് ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യാൻ the goals of the organization should be clear and in a realistic manner, and every member should know and also should work hard to achieve the goals. Third point, adequate accounting system. അക്കൗണ്ടിങ് ഇൻഫർമേഷനൊക്കെ നമുക്ക് ടോപ്പ് മാനേജ്മെൻറ്റിനായിക്കോട്ടെ വേറെ ഓർഗനൈസേഷനിൽ ആർക്കാണെങ്കിലും കറക്റ്റ് ടൈംലി റിക്വയർമെൻറ്റിന് കൊടുത്തിരിക്കണം. സോ ദ അക്കൗണ്ടിങ് സിസ്റ്റം കറക്റ്റ് ടൈമിൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഫോർത്ത് പോയിൻ്റാണ് മിനിമം കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ. ബഡ്ജറ്ററി കൺട്രോളിൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് മാക്സിമൈസിങ് പ്രോഫിറ്റ് ആണ്. സോ അതിനനുസരിച്ച് കോസ്റ്റിനെ കുറയ്ക്കണം. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഫിഫ്ത്ത് വൺ ഇസ് ദ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ബഡ്ജറ്റിംഗ് സക്സസ്ഫുൾ ആവാൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലെ വർക്ക് ഫോഴ്സ് തമ്മിൽ എഫിഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. സിക്സ്ത് വൺ ടൈംലി റിപ്പോർട്ടിംഗ്. എല്ലാ സമയത്തും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ്. സോ ഓരോ പെർഫോമൻസും ടോപ്പ് മാനേജ്മെൻറ്റിന് എക്സാക്റ്റ് ടൈമിൽ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എക്സാക്റ്റ് ടൈമിൽ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ അതിനനുസരിച്ച് എന്ത് നെക്സ്റ്റ്, വാട്ട് ടു ഡു നെക്സ്റ്റ് എന്നുള്ള കാര്യം ടോപ്പ് മാനേജ്മെൻറ്റിന് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സെവൻത്ത് പോയിൻ്റാണ് ഫ്ലെക്സിബിലിറ്റി. ഓർഗനൈസേഷൻ്റെ നേച്ചർ എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും. നത്തിങ് ഈസ് പെർമനൻ്റ് എന്ന രീതിയിലാണ് ഓർഗനൈസേഷൻ്റെ കാര്യവും. ഓർഗനൈസേഷൻ്റെ നേച്ചറും എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ് ഈസ് ഓൾവേസ് ചേഞ്ചിങ്. സോ അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആവണം. സോ ബഡ്ജറ്ററി കൺട്രോളിങ്ങിലും സച്ച് ചേഞ്ചസ് വരുത്തണം അക്കോർഡിംഗ് ടു സിറ്റുവേഷൻസ് വരുന്ന പോലെ മാറ്റവും വരുത്തണം. സൗണ്ട് ഓർഗനൈസേഷൻ, അതാണ് ലാസ്റ്റ് പോയിന്റ്. ഒരു സൗണ്ട് ഓർഗനൈസേഷന് ഒരു സൗണ്ട് ബഡ്ജറ്ററി കൺട്രോൾ വേണം. സോ ദ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് മാനേജർ ഷുഡ് ബി ഫിക്സഡ് ക്ലിയർലി. അതാണ് സൗണ്ട് ഓർഗനൈസേഷനിൽ പറയുന്നത്. അതായത് ഓരോ മാനേജർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹൂമെവർ ഇറ്റ് ഈസ്, ഇഫ് ഇറ്റ് ഈസ് എൻ എംപ്ലോയി, ഹൂമെവർ ഇറ്റ് മേ ബി, അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ്, ഫങ്ഷൻസ്, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ഇതെല്ലാം കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്താൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി ഗെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇറ്റ് വിൽ ബി എ സൗണ്ട് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോള്. അതിൽ മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് ബഡ്ജറ്റ് നോക്കി, ബഡ്ജറ്റിംഗ് എന്താ നോക്കി, ബഡ്ജറ്ററി കൺട്രോൾ പഠിച്ചു, and steps involved in budgetary control, objectives of budgets and budgetary control, and the last one, essentials of effective budgetary control. ഇത്രയുമാണ് ഇത്ര നേരമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.